ഹായ് വെൽക്കം. ഇന്ന് നമുക്ക് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. രണ്ട് ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, 5 ക്വസ്റ്റ്യൻസ് വീതം. ഇന്ന് അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ ടോപ്പിക്സുകളായിട്ടുള്ള 2 ചാപ്റ്റേഴ്സുകളാണ് മെട്രിക്സും അതേപോലെ തന്നെ ഡിറ്റർമിനൻസും. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The greatest value of C belongs to R, real number, for which the system of linear equations. അങ്ങനെ ഒരു 3 ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിലെന്തുണ്ട്? C എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ട്. എന്താണ്? റിയൽ നമ്പർ ആയിരിക്കും. ആ 3 എന്തുണ്ട്? C എന്ന് പറയുന്ന റിയൽ നമ്പർ ഉണ്ട്. 3 ഇക്വേഷൻസ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമുക്ക് മെട്രിക്സിൽ AX = B എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഹാസ് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഈസ്. ഈ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസും അതിന് എന്താണ് കണ്ടീഷൻ തന്നിട്ടുള്ളത്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. നോൺ ട്രിവിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താണ്? തന്നിട്ടുള്ള ഇക്വേഷൻ നമുക്ക് മെട്രിക്സ് ഫോർമാറ്റിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും അല്ലെ. ഈ 3 ഇക്വേഷന്റെയും വേരിയബിളിന്റെ മെട്രിക്സ് ആണ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഇക്വേഷന്റെ അപ്പുറത്ത് കോൺസ്റ്റന്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ മെട്രിക്സിനാണ് എന്ന് പറയാൻ ബി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റിന്റെ മെട്രിക്സ്. അതൊരു ഇവിടെ എന്താണ്? 3/3 മെട്രിക്സ് ആയിരുന്നു. നമുക്ക് ഇവിടെ എഴുതി നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ എന്താണ്? 1 അല്ല, 1 തന്നെ. സീറോ കോഎഫിഷ്യന്റ് 1 ആണ്. 1 - C - C. രണ്ടാമത്തെ റോയിൽ എന്താ? C - 1 C. മൂന്നാമത്തെ റോയില് C - 1. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 3 വ്യത്യസ്തമായിട്ടുള്ള വേരിയബിളുകളാണ്. ഏതൊക്കെയാണ്? എക്സ്, വൈ ആൻഡ് സെഡ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ എന്താണ്? ബി എന്താണ്? 0 മെട്രിക്സ് ആണ്. 0 0 0 അല്ലെ. 0 0 0. അപ്പൊ ഇവര് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴാണ് ഓക്കെ ആവുക? ഡിറ്റർമിനന്റ് ഓഫ് A = 0 ആകുമ്പോഴാണ് സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ വരും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ നോൺ ട്രിവിയൽ സൊല്യൂഷൻ വരിക എപ്പോഴാണ്? ഡിറ്റർമിനന്റ് A = 0 വരുമ്പോഴാണ്. അതായത് A നമുക്കറിയാം, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 വരണോ അല്ലെ. 0 വരെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. അതിൽ ഫുള്ള് C ആണുള്ളത്. അങ്ങനെയാണ് C യുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? അതിലെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് C ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് A അറിയാം. ഡിറ്റർമിനന്റ് A = 0 വെച്ച് നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് C ന്റെ വാല്യൂസ് നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം. ഡിറ്റർമിനന്റ് A = 0 അല്ലെ. ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഡിറ്റർമിനന്റ് A എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - C - C C - 1 C C C - 1. ഇതാണത് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ, which is equal to 0. നമുക്ക് എക്സ്പാൻഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പാൻഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 1 × -1 × 1 1² - C × C 1 × 1 - C × C എത്രയാണ്? C² മൈനസ് ഓഫ് C എത്രയാണ്? പ്ലസ് C into C into -1 - C minus C into C C² plus minus C into C C² minus 1 into C plus C is equal to 0. Okay, is equal to 0. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. 1 - C² minus C² അല്ലേ. -C² - C³ എന്തായിരുന്നു? -C അല്ലേ. -C into C സ്ക്വയർ എത്രയാണ്? -C³ -C² is equal to 0. ഇനി ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 1
മൈനസ് 2c സ്ക്വയർ 3c സ്ക്വയർ അല്ലെ മൈനസ് 3c സ്ക്വയർ എത്ര c ക്യൂബ് ഉണ്ട് 1 2 3 ഇതൊക്കെ കഴിഞ്ഞു മൈനസ് c ക്യൂബ് എത്ര മൈനസ് 2c ക്യൂബ് ഇസ് ഈക്വൽ ടു 0 ഇക്വേഷൻ എങ്ങനെ കിട്ടും ഇനി ഇതിൽ നിന്ന് നമുക്ക് c ന്റെ വാല്യൂ കിട്ടണം അല്ലേ ഓക്കെ അപ്പോ നമുക്ക് റിയറേഞ്ച് ചെയ്ത് എഴുതാം ഇതുവരെ കിട്ടിയിട്ടുണ്ട് c ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ റിയറേഞ്ച് ചെയ്ത് എഴുതാം c ക്യൂബ് ആദ്യം എഴുതാം സ്ക്വയറിന്റെ പിന്നെ എഴുതാം കോൺസ്റ്റന്റ് പിന്നെ എഴുതാം അപ്പോ മൈനസ് 2c ക്യൂബ് മൈനസ് 3c സ്ക്വയർ പ്ലസ് 1 is equal to 0 ഇങ്ങോട്ട് റിയറേഞ്ച് ചെയ്തിട്ടാണ് എഴുതാം അല്ലേ അതായത് നമുക്ക് 2c ക്യൂബ് പ്ലസ് 3c സ്ക്വയർ മൈനസ് 1 is equal to 0 ഇനി നമ്മൾ ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ് ക്യൂബിക് അല്ലെ ഇതിന് വേരിയബിൾ ആയിട്ട് എടുക്കാം c വേരിയബിൾ ആയിട്ട് എടുത്തിട്ട് നമുക്ക് c യുടെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യാം അതായത് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്നിട്ടേ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രിയും ഒരു ഫസ്റ്റ് ഡിഗ്രിയും പോളിനോമിയൽസ് ആക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിക്ക് ഏതെങ്കിലുമൊക്കെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഫോർ എക്സാമ്പിൾ 0 ഇട്ട് കൊടുക്കാം 1 മൈനസ് 1 അങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സിക്ക് നമുക്ക് ആദ്യം 0 കൊടുക്കാം 1 കൊടുക്കാം മൈനസ് 1 കൊടുക്കാം ഓക്കെ ആദ്യം സിക്ക് 0 കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം സിക്ക് 0 കൊടുത്തിട്ട് എന്ത് വരും 0 ആകും 0 മൈനസ് 1 is equal to 0 അത് ഓക്കെ ആണോ ഇക്വേഷൻ ഓക്കെ ആണോ അല്ല 0 പറ്റില്ല സിക്ക് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക അല്ലെ 1 വാല്യൂ കൊടുക്കുക സി 1 കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരെ 2 പ്ലസ് 3 മൈനസ് 1 equal to 0 വരുമോ ഇല്ല ഒന്നും വരില്ല പിന്നെ സിക്ക് മൈനസ് 1 കൊടുക്കുക 2 into c ക്യൂബ് എത്ര വരും മൈനസ് 2 ഇതോ പ്ലസ് 3 മൈനസ് 1 equal to 0 വരുന്നില്ലേ ഓക്കെ അല്ലേ അപ്പൊ എന്താ സിന്റെ ഒരു വാല്യൂ എന്താണ് മൈനസ് 1 ആണ് അല്ലെ ഈ ക്യൂബിക് ഇക്വേഷന്റെ സിന്റെ ഒരു സൊല്യൂഷൻ വാല്യൂ ആണെന്ന് മൈനസ് 1 സിന്റെ ഒരു സൊല്യൂഷൻ വാല്യൂ ആണെന്ന് മൈനസ് 1 സൊല്യൂഷൻ വാല്യൂ ആണെങ്കിൽ സി മൈനസ് 1 സൊല്യൂഷൻ വാല്യൂ ആണെങ്കിൽ സി പ്ലസ് 1 ഈ പോളിനോമിയൽ ഇക്വേഷന്റെ ഈ ക്യൂബിക് ഇക്വേഷന്റെ ഫാക്ടർ ആവില്ലേ അല്ലെ അതായത് സി പ്ലസ് 1 എന്തായിരിക്കും ഇസ് എ ഫാക്ടർ സി പ്ലസ് ഇസ് എ ഫാക്ടർ ഓഫ് എന്തായിരിക്കും ഇതിന്റെ ഫാക്ടർ ആയിരിക്കും അല്ലെ സിന്റെ വാല്യൂ മൈനസ് 1 ആണെങ്കിൽ സി പ്ലസ് 1 എന്തായിരിക്കും ഫാക്ടർ ആയിരിക്കും ഇനി മറ്റൊരു ഫാക്ടറും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഈ ക്യൂബിക് പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്ത് നോക്കാം 2c ക്യൂബ് പ്ലസ് 3c സ്ക്വയർ മൈനസ് 1 ഇതിനെന്ത് ചെയ്യാം ഈ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഫാക്ടർ എന്താണെന്ന് കൂടെ നമുക്ക് കിട്ടും അതായത് c പ്ലസ് 1 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം ഓക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക ഒരു ക്യൂബിക് പോളിനോമിയലിനെ ഒരു ലീനിയർ പോളിനോമിയൽ വെച്ചിട്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക ആദ്യമേ ഈ ടൈം 2c ക്യൂബ് എന്ന് പറയുന്ന ടൈം അല്ലെ 2c ക്യൂബ് ഡിവൈഡ് ബൈ ഈ ഫസ്റ്റത്തെ ടൈം എന്താണ് c ആണ് അല്ലെ ഡിവൈഡ് ബൈ c എത്രയാണ് നമുക്ക് കിട്ടുക 2c സ്ക്വയർ അല്ലെ 2c സ്ക്വയർ കൂടെ എഴുതി 2c സ്ക്വയർ ഇൻറ്റു c എത്രയാണ് 2c ക്യൂബ് അല്ലെ 2c സ്ക്വയർ പ്ലസ് ഇൻറ്റു 1 എത്രയാണ് പ്ലസ് 2c സ്ക്വയർ അല്ലെ നീ എന്ത് ചെയ്യാം ഇതിന്റെ സിമ്പിൾസ് മാറ്റാം സിമ്പിൾസ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം അപ്പൊ ഇതെന്ത് വരും നമുക്ക് 0 വരും അല്ലെ പിന്നെ എന്ത് വരും പ്ലസ് c സ്ക്വയർ എന്ന് വരും അല്ലെ 3c സ്ക്വയർ മൈനസ് 2c സ്ക്വയർ പ്ലസ് c സ്ക്വയർ എന്ന് വരും ബാക്കി മൈനസ് 1 എന്ത് ചെയ്യാം താഴത്തേക്ക് ഇറക്കിയിടാം ഇനി എന്ത് ചെയ്യാം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ c ഡിവൈഡ് ബൈ c സ്ക്വയർ സോ c സ്ക്വയർ ഡിവൈഡ് ബൈ c ചെയ്യാം c സ്ക്വയർ ഡിവൈഡ് ബൈ c എത്രയാണ് c കിട്ടും c സ്ക്വയർ ഡിവൈഡ് ബൈ c എത്രയാണ് c കിട്ടും ഓക്കെ അപ്പൊ c കിട്ടും അപ്പൊ എന്ത് ചെയ്യാം പ്ലസ് c നമ്മളിവിടെ c ഇൻറ്റു c എത്രയാണ് c സ്ക്വയർ പ്ലസ് c ഇൻറ്റു പ്ലസ് 1 എത്രയാണ് പ്ലസ് c ഇനി എന്ത് ചെയ്യാം സിമ്പിൾസ് മാറ്റിയിട്ട് ആഡ് ചെയ്യാം അതെന്ത് വരും 0 ഇതെന്ത് വരും മൈനസ് 1 മൈനസ് c എന്ന് വരും അല്ലെ മൈനസ് 1 മൈനസ് c നമുക്ക് എഴുതാം എന്താ അതായത് മൈനസ് c മൈനസ് 1 അല്ലെ നമുക്ക് ആദ്യമേ കോൺസ്റ്റന്റ് ടൈം നമുക്ക് എഴുതാം മൈനസ് c മൈനസ് 1 എന്ന് വരും ഇനി എന്ത് ചെയ്യാം വീണ്ടും മൈനസ് c അല്ലെ മൈനസ് c ഡിവൈഡ് ബൈ c
എത്രയാണ് -1 അല്ലെ. അപ്പൊ -1 നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, -1 ഇവിടെ എഴുതാം. എത്ര കിട്ടും? -1 into c എത്രയാണ്? -c. -1 into -1 എത്രയാണ്? -1. സിമ്പിൾ മാറ്റിയിട്ട് ആഡ് ചെയ്യുമ്പോൾ വരും 0 വരും. അപ്പൊ എന്ത് കിട്ടി? റിമൈൻഡർ 0. അപ്പൊ അടുത്ത ഫാക്ടർ കിട്ടിയില്ലേ? ഈ പോളിനോമിയലിലെ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? c+1 ഉം ഈ 2c² + c - 1 കൂടിയാണ്. അപ്പോ ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും? c+1 into 2c² + c - 1 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. which is equal to 0. ഇനി c ന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം c+1 is equal to 0 അല്ലെ. രണ്ട് ടേംസ് പ്രോഡക്റ്റ് ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? c+1 is equal to 0. അതേപോലെ തന്നെ 2c² + c - 1 is equal to 0 അല്ലെ. അത് എന്തായിരിക്കും? 0 വരും. c+1 is equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? c is equal to -1. ഇതിപ്പോ എന്താണ്? സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. c ന്റെ ടേമിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ c ന്റെ വാല്യൂ c is equal to -3 + 4 - അല്ലെ. ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. c is equal to -3 എത്രയാണ്? -1 + or -√b² എത്രയാണ്? 1 -4 into a എന്താണ്? 2 into c എത്രയാണ്? -1 വോളിയം ബൈ 2 into 2 2 into 2 എത്രയാണ്? 4. c is equal to ചെയ്ത് നോക്കാം. എത്ര കിട്ടും? -1 + or എത്ര കിട്ടും? 1 8 into 1 -1 എത്രയാണ്? +8 + 1 എത്രയാണ്? √9 divided by 4 അല്ലേ. 4 കിട്ടാൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യുമ്പോൾ c is equal to -1 + or -3 divided by 4 അല്ലേ. c is equal to എത്ര കിട്ടുക? -1 + 3 എത്രയാണ്? 2/4. അതേപോലെ -1 - 3 എത്രയാണ്? -4/4. എത്ര കിട്ടും? c is equal to 1/2. അതേപോലെ -1. ഇങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടും. ഇവിടെ ഒരു വാല്യൂ കിട്ടി, സിക്ക് -1 കിട്ടി. ഇവിടെ വാല്യൂ എത്രയാണ്? -1 ഉണ്ട്, 1/2 ഉണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 3 വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രേറ്റസ്റ്റ് വാല്യൂ ഇതിൽ ഏതാണ്? -1 ഉണ്ട്, 2 -1 ഉണ്ട്, ഒരു 1/2 ഉണ്ട്. അപ്പൊ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാണ്? 1/2 ആണ്. ആൻസർ ഈസ് ദ 1/2. ഓപ്ഷൻ ബി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതായത് ലെറ്റ് എ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 2/2 മെട്രിക്സ് ആണ്. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. ആൽഫ ബിലോങ്സ് ടു റിയൽ നമ്പർ സച്ച് ദാറ്റ് എ റൈസ് ടു 32 തന്നിട്ടുണ്ട്. 0 - 1 1 0. അങ്ങനെയാണെങ്കിൽ എ വാല്യൂ ഓഫ് ആൽഫ ഈസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇതിലുള്ള ഈ ആൽഫയുടെ വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ എ റൈസ് ടു 32 തന്നിട്ടുണ്ട്. നമുക്ക് എയും തന്നിട്ടുണ്ട്. എയിൽ നിന്ന് നമുക്ക് a² കണ്ടുപിടിക്കാം, a³ കണ്ടുപിടിക്കാം, അങ്ങനെ പോകും a റൈസ് ടു 32 വരെ. പക്ഷേ മെട്രിക്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മൾ a² കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എയും a² തമ്മിൽ എന്താണോ ബന്ധം, ആ ബന്ധം തന്നെ ആയിരിക്കും എയും a റൈസ് ടു 32 തമ്മിലുള്ള ബന്ധവും. ഓക്കെ, ഒരേപോലെ തന്നെ ഒരേ സീക്വൻസ് ഫോമിലായിരിക്കും എന്ത് അതിന്റെ റിലേഷൻ കിടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? a റൈസ് ടു 2 കണ്ടുപിടിച്ചാൽ മതി. a റൈസ് ടു 1 എയും a² തമ്മിൽ എന്താണോ ബന്ധം അതേപോലെ തന്നെ ആയിരിക്കും, അതേ സിമിലർ ആയിരിക്കും എന്ത് a റൈസ് ടു 32 ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിച്ചാൽ നമ്മൾ a² കണ്ടുപിടിക്കാം. a² കണ്ടുപിടിക്കും. a² എന്ന് പറഞ്ഞാൽ എന്താ? a into a. a എന്താണ്? കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ആദ്യത്തെ കോളം ഫസ്റ്റത്തെ എലമെന്റ് കിട്ടും. ആദ്യത്തെ റോ രണ്ടാമത്തെ കോളം സെക്കൻഡത്തെ എലമെന്റ് കിട്ടും. രണ്ടാമത്തെ റോ ആദ്യത്തെ കോളം മൂന്നാമത്തെ എലമെന്റ് കിട്ടും. രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം നാലാമത്തെ എലമെന്റ് കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. ഇസ് ഈക്വൽ ടു കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ അല്ലേ, മൈനസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ. അപ്പൊ ആദ്യത്തെ എലമെന്റ് ആയി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എലമെന്റ് കിട്ടും. കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ എത്രയാണ്?
സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ കിട്ടും അല്ലേ? മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ എത്രയാണ്? മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ അല്ലേ? രണ്ടാമത്തെ എലമെന്റ് കിട്ടും. ഇനി മൂന്നാമത്തെ കിട്ടും. രണ്ടാമത്തെ റോയാണ് എടുക്കുന്നത്. സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ എന്താണ്? സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. അതുപോലെ തന്നെ കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് പ്ലസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ അതേപോലെ തന്നെ. ഇനി അടുത്തത് മൂന്നാമത്തെ എലമെന്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്തത് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ എന്താണ്? മൈനസ് സൈൻ സ്ക്വയർ ആൽഫ. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. നമുക്ക് റീഅറേഞ്ച് നമുക്കിത് സിംപ്ലിഫൈ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം അല്ലെ? കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം എഴുതാൻ. കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എന്താണ്? കോസ് 2 ആൽഫയാണ്. എന്താണ്? കോസ് 2 ആൽഫ. കോസ് 2 ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്താണ്? മൈനസ് 2 സൈൻ ആൽഫ കോസ് ആൽഫ അല്ലേ? ഇവിടെ സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ സൈൻ ആൽഫ എന്താണ്? 2 സൈൻ ആൽഫ കോസ് ആൽഫ. പിന്നെയോ ഇതും ഇതേപോലെ തന്നെയാണ് അല്ലെ? കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ അല്ലേ? എന്താണ്? കോസ് 2 ആൽഫ അല്ലെ? കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫയാണ്. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി നോക്കിക്കേ, ഇതും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഈ ടൈം അല്ലെ? 2 സൈൻ ആൽഫ കോസ് ആൽഫ എന്താണ്? സൈൻ 2 ആൽഫയാണ്. ഇതെന്തൊരു മൈനസ് സൈൻ 2 ആൽഫ which is equal to കോസ് 2 ആൽഫ മൈനസ് സൈൻ 2 ആൽഫ അല്ലേ? മൈനസ് സൈൻ 2 ആൽഫ. ഇതോ 2 സൈൻ ആൽഫ കോസ് ആൽഫ എന്താണ്? സൈൻ 2 ആൽഫ. ഇതോ കോസ് 2 ആൽഫ കോസ് 2 ആൽഫ. ഓക്കെ, കോസ് 2 ആൽഫ നമുക്ക് സിംപ്ലിഫൈഡ് ഫോം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം. ഇനിയും നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ഇനി നോക്കിക്കേ, എ എന്താണ്? കോസ് ആൽഫ മൈനസ് മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. എ സ്ക്വയർ എന്താണ് നമുക്ക് കിട്ടിയത് അല്ലെ? എയും എ സ്ക്വയറും തമ്മിലുള്ള ബന്ധം നോക്ക്. കോസ് ആൽഫ ഇവിടെ എന്തായി മാറി? കോസ് 2 ആൽഫയായി. ഇവിടെ മൈനസ് സൈൻ ആൽഫ മൈനസ് സൈൻ 2 ആൽഫ. ഇവിടെ സൈൻ ആൽഫ സൈൻ 2 ആൽഫ. കോസ് ആൽഫ കോസ് 2 ആൽഫ. മനസ്സിലായോ? എ സ്ക്വയർ വന്നപ്പോ എന്ത് ചെയ്തു? ഇവിടെയൊക്കെ 2 കയറി വന്നു, ഇവിടെയൊക്കെ 2 കയറി വന്നു. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എൻ ആൽഫ എ റേസ് ടു എൻ എന്തായിരിക്കും? എ റേസ് ടു എൻ എന്തായിരിക്കും? നമുക്ക് എഴുതാൻ പറ്റും. എ റേസ് ടു എൻ എന്തായിരിക്കും? സിമിലർ റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. എ സ്ക്വയർ ഇങ്ങനെയാണെങ്കിൽ എ റേസ് ടു എൻ എന്തായിരിക്കും? കോസ് എൻ ആൽഫ മൈനസ് സൈൻ എൻ ആൽഫ സൈൻ എൻ ആൽഫ കോസ് എൻ ആൽഫ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ എ റേസ് ടു എൻ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ റേസ് ടു 32 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെ നമുക്ക് ചെയ്തപ്പോ എ റേസ് ടു 2 കിട്ടി. ആ അടിസ്ഥാനത്തിൽ നമ്മൾ എ റേസ് ടു എന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ റേസ് ടു 32 എങ്ങനെ എഴുതാം? എ റേസ് ടു 32 വിൽ ബി എങ്ങനെയായിരിക്കും? കോസ് 32 ആൽഫ മൈനസ് സൈൻ 32 ആൽഫ സൈൻ 32 ആൽഫ കോസ് 32 ആൽഫ. ഇങ്ങനെയായിരിക്കും അല്ലെ? എ റേസ് ടു 32 ഇങ്ങനെയായിരിക്കും. അതായത് എ റേസ് ടു 32 ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്? ആൽഫയുടെ വാല്യൂ ആണ് കിട്ടുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എ റേസ് ടു 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 0 -1 1 0. ഓക്കെ, തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. കോസ് 32 ആൽഫ എത്രയാണ്? 0 അല്ലെ? കോസ് 32 ആൽഫ 0. അതുപോലെ വേറെ സൈൻ 32 ആൽഫ എന്താണ്? 1 സൈൻ 32 ആൽഫ = 1. നമുക്ക് നോക്കാം. കോസ് 32 ആൽഫ സൈൻ 32 ആൽഫ ഇത്രയും 1 ആണ്. അതായത് കോസ് ഓഫ് ഒരേ ആംഗിൾ 0, അതേ ആംഗിൾ തന്നെ, സെയിം ആംഗിൾ തന്നെ അല്ലെ? സെയിം ആംഗിൾ തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കോസ് ആംഗിൾ 0, അതേപോലെ സൈൻ ആംഗിൾ 1. അത് ഏത് ആംഗിൾ ആണ് ഈ കണ്ടീഷൻസ് വരുന്നത്? കോസ് ഓഫ് ആംഗിൾ 0 വരുന്നത് ഏതാണ്? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? 90 ഡിഗ്രി ആയിരിക്കും.
ഓപ്ഷൻസ് എപ്പോഴും നോക്കണം. ഓപ്ഷൻ പൈന്റെ ഫോമാറ്റിലാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, π/2 ആയിരിക്കും ആ ആംഗിൾ. അതായത് ആംഗിൾ ഇവിടെ എത്രയാണ്, 32 ആൽഫ. 32 ആൽഫ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ π/2 ആയിരിക്കും. അതായത് ആൽഫ is equal to π/2 divided by 32. π/2 divided by 32, അതായത് എത്രയായിരിക്കും, 64 ആയിരിക്കും. π/2 divided by 32 എത്രയാണ്, π/64. ഓക്കെ, ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Let the numbers 2, B, C be in AP. ഈ മൂന്ന് നമ്പേഴ്സും എ പിയിലാണ്. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഇതായിരിക്കും, സെക്കൻഡ് തേർഡ്. ആൻഡ് മെട്രിക്സ് എ is equal to മെട്രിക്സ് 1, 1, 1, 2BC 4B² C². ഈ 2BC എന്ന് പറയുന്ന നമ്പേഴ്സ് ഇവിടെ ഉണ്ട് അല്ലെ. അതിന്റെ രണ്ടാമത്തെ റോയിലുണ്ട്, മൂന്നാമത്തെ റോയിൽ അതിന്റെ സ്ക്വയേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ 2, 16. ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ എന്തായിരിക്കും, ഈ ഇന്റർവെല്ലിലായിരിക്കും, 2 16 ഇടയിലായിരിക്കും. ദെൻ സി ലൈസ് ഇൻ ദ ഇന്റർവെൽ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതിലായിരിക്കും സി എന്ന് പറയുന്ന വാല്യൂ ലൈ ചെയ്യണത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം അല്ലെ. കുറെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആദ്യം ഒരു കണ്ടീഷൻ എന്താ, ഈ മൂന്ന് നമ്പേഴ്സ്, ഈ രണ്ട് നമ്പേഴ്സും ഈ 2 എന്ന് പറയുന്ന നമ്പറും എ പിയിലാണ്. അതേപോലെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ്, ഈ ഇന്റർവെല്ലിലാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ത് ചെയ്യണം, ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിറ്റർമിനന്റ് എ അല്ലെ. ഡിറ്റർമിനന്റ് എ എന്താണ്, 1, 1, 1, 2BC 4B² C². ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അതായിരിക്കും which belongs to 2, 16. ഈ ഇന്റർവെല്ലിലായിരിക്കും. ആദ്യമേ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ കാണാം. സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആയിട്ട് കിട്ടണം അല്ലെ. ഇവിടെ ഈ ഡിറ്റർമിനന്റ് നോക്കുമ്പോൾ അതിന്റെ പ്രത്യേകത ഉണ്ട്. ആദ്യത്തെ റോയിൽ മൊത്തം സെയിം എലമെന്റ്സ് ആണുള്ളത്. ഇങ്ങനെ സെയിം എലമെന്റ്സ് വരികയാണെങ്കിൽ 1, 1, 1 അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട്, ഇവിടെ സെയിം റോയിലാണുള്ളത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കോളം ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ഈ എലമെന്റും ഇതൊക്കെ നമുക്ക് 0 ആക്കി മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഡിറ്റർമിനന്റിന്റെ എക്സ്പാൻഷൻ എന്താവും, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആദ്യത്തെ റോ ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 0 ആക്കാന് രണ്ടാമത്തെ കോളം അല്ലെ, രണ്ടാമത്തെ കോളം ബിക്കംസ് C2 - C1. രണ്ടാമത്തെ കോളത്തിൽ നിന്നും ആദ്യത്തെ കോളം മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ C3 എന്ത് ചെയ്യണം, C3 - C1. C3യിൽ നിന്നും C1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ രണ്ട് ടേംസും 0 ആയിട്ട് കിട്ടും. ഓക്കെ, എന്തുവരും, നമുക്ക് ആദ്യത്തെ കോളം അതുപോലെ തന്നെ എഴുതി 1, 2, 4. ഇതെന്തുവരും, 1 - 1 എത്ര, 0. B - 2 B - 2. ഓക്കെ, B² - 4 B² - 4. ഇതോ 1 - 1 0. ഓക്കെ, C - 2 C - 2 C² - 4 ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും സിംപ്ലിഫിക്കേഷൻ പറ്റും. ഇനി മറ്റൊരു പ്രോപ്പർട്ടി നോക്കാം. ഇനി ഇത് എക്സ്പാൻഷൻ ചെയ്യുമോ, ആദ്യത്തെ റോനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 1 ഇൻറ്റു അതിന്റെ മൈനർ ചെയ്താൽ മതി. 1 ഇൻറ്റു അതിന്റെ മൈനർ ചെയ്താൽ മതി. ഇനി വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, 1 ഇൻറ്റു മൈനർ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇതാണ് 1ന്റെ മൈനർ. 1ന്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ മൈനർ തന്നെയാണ് അല്ലെ. അതിന്റെ മൈനർ എന്താണ്, ഡിറ്റർമിനന്റ് B - 2 C - 2 B² - 4 C² - 4. ഇതാണ് എന്റെ ഡിറ്റർമിനന്റ്. 1 ഇൻറ്റു അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്, അത് തന്നെ ഞാൻ എഴുതി അല്ലെ, കുഴപ്പമില്ല. which belongs to 2, 16. ഈ ഇന്റർവെല്ലിലായിരിക്കും. ഓക്കെ, ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എളുപ്പമാകും, അല്ലെങ്കിൽ ഒരുപാട് കുറച്ചും കൂടെ സ്റ്റെപ്സ് കൂടും. ഓക്കെ, എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്നും അറിയാലോ B - 2 താഴത്തെ B² - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, B - 2 ഇൻറ്റു B + 2. ഇത് നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഓരോ സ്റ്റെപ്പുകളും സിംപ്ലിഫിക്കേഷനുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് അവിടെ ഉണ്ടാവും. ആ തരത്തിലായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പൊ C - 2 താഴത്തെ എന്താ, C² - 4 എന്ന് പറയുമ്പോൾ എന്താ, C - 2 ഇൻറ്റു C + 2 അല്ലെ, which belongs to 2, 16. ഓക്കെ, ഇതിൽ
ആദ്യത്തെ കോളത്തിൽ നിന്ന് നമുക്ക് ബി മൈനസ് 2 കോമൺ എടുക്കാം. അതേപോലെ രണ്ടാമത്തെ കോളത്തിൽ നിന്നും സി മൈനസ് 2 കോമൺ എടുക്കാം. ബാക്കി എന്താ വരിക? ഇവിടെ 1 വരും, ഇവിടെയോ ബി പ്ലസ് 2 വരും. അതേപോലെ ഇവിടെ 1 വരും, ഇവിടെ സി പ്ലസ് 2 വരും. ഓക്കെ, ബിലോങ്സ് ടു 2,16. ഈ ഇന്റർവെല്ലിലേക്ക് ഉണ്ടാകുക. ഇനി നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാം. ബി മൈനസ് 2 ഇൻറ്റു സി മൈനസ് 2 1 ഇൻറ്റു സി പ്ലസ് 2 എത്ര? സി പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് 2 ബി പ്ലസ് 2. ഓക്കെ, ബിലോങ്സ് ടു 216. ഈ ഇന്റർവെല്ലിൽ ഉണ്ടായിരിക്കും. ഇത് എപ്പോഴെപ്പോഴൊന്നും എഴുതുക ഒന്നും വേണ്ട, ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യേ എന്ന് നമുക്കറിയാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് പോവുകയാണ്. ഓക്കെ, എന്തായാലും അടുത്ത സ്റ്റെപ്പ് എന്തായാലും നമുക്ക് ബി മൈനസ് 2 ഇൻറ്റു സി മൈനസ് 2 ഇൻറ്റു സി പ്ലസ് 2 അതുപോലെ തന്നെ എഴുതാം. സി പ്ലസ് 2 മൈനസ് ബി മൈനസ് 2 അല്ലേ? എന്നിട്ട് നമുക്ക് ബി മൈനസ് 2 ഓക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ബിലോങ്സ് ടു 216. ഈ ഇന്റർവെല്ലിലായിരിക്കും ഉണ്ടാവുക. ഇത് എപ്പോഴും എഴുതണമെന്നില്ല. എന്താ ചെയ്താൽ മതി, നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ ഇത്രയൊക്കെ ചെയ്ത് പഠിക്കുക. പിന്നീട് എന്താ ചെയ്യും, നമുക്ക് ഫാസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എഴുതണ്ട. പെട്ടെന്ന് സ്റ്റെപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്? ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ ആണ്. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാറുണ്ട്. ബി മൈനസ് 2 ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ എന്താണ്? ബി മൈനസ് 2 ഇൻറ്റു സി മൈനസ് 2 ഇൻറ്റു പ്ലസ് 2 മൈനസ് 2 പോയി സി മൈനസ് ബി. ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ എന്തായിട്ടുണ്ട്? ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും കൂടെ ഒരൊറ്റ വേരിയബിളിന്റെ ടൈമിലേക്ക് അല്ലെങ്കിൽ ഒറ്റ കോൺസ്റ്റന്റ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. 2bc എന്ന് പറയുന്ന ടേംസ് മാത്രമേ ഇതിലുള്ളൂ അല്ലേ? ഇതിന്റെ പ്രോഡക്റ്റ്, അതായത് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ ഇതിന്റെ പ്രോഡക്റ്റ് ആണ്. എന്തായാലും അതിന്റെ വാല്യൂ 2ന്റെ 16 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിൽ 2 ആദ്യത്തെ ടൈമാണ്, ബി രണ്ടാമത്തെ ടൈമാണ്, സി മൂന്നാമത്തെ ടൈമാണ്. ഇത് മൂന്ന് നമ്മൾ കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇത് മൂന്ന് കണക്ട് ചെയ്യുന്ന ഇതെന്താണ്, ഒരു കോമൺ ഡിഫറൻസ് ആണല്ലേ. 2ന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് ഡി ആയിട്ട് എടുക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. അതേപോലെ 2ന്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും? സിയും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ഈ പ്രോഡക്റ്റിനെ ഡിന്റെ ടൈമിൽ മാറ്റി എഴുതാം അല്ലെ. 2 അവിടെ തന്നെ ഇരിക്കട്ടെ. 2 എവിടെയാണ്? 2 അതുപോലെ തന്നെ ഇരിക്കട്ടെ. കാരണം എന്താ? 2 നമ്പറാണ്. ഓക്കെ, അപ്പോ ബിക്ക് പകരവും അതേപോലെ സിക്ക് പകരവും നമുക്ക് എന്ത് ചെയ്യാം? ഡിന്റെ ടൈമിൽ മാറ്റി എഴുതുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരൊറ്റ വേരിയബിൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഏതായിരിക്കും? ഡി ആയിരിക്കും അല്ലെ. അപ്പൊ ഡി ഈ ഇന്റർവെല്ലിലാണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ബി മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഡിക്ക് പകരം 2 പ്ലസ് ഡി മൈനസ് 2 അല്ലെ. ഇത് എന്താ? ഇൻറ്റു സി മൈനസ് 2. സിക്ക് പകരം കൊടുക്കാം 2 പ്ലസ് 2d മൈനസ് 2 ഇൻറ്റു സിക്ക് പകരം 2 പ്ലസ് 2d മൈനസ് ബി എന്താണ്? 2 പ്ലസ് ഡി അല്ലെ. 2 പ്ലസ് ഡി ബിലോങ്സ് ടു 216. ഈ ഇന്റർവെല്ലിലാണ് അല്ലെ. 2 പ്ലസ് ഇത് എന്ത് ചെയ്യും? ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ പറയുക? ഡി വരും. ഡി ഇൻറ്റു ഇതും ക്യാൻസൽ ആയി പോകും. 2d അതേപോലെ 2 പ്ലസ് 2d മൈനസ് 2 അല്ലെ. ഇത് പോവും. 2d മൈനസ് ഡി എത്രയാണ്? ഡി ആണ് അല്ലെ. ഡി ആണ്. ബിലോങ്സ് ടു ദ ഇന്റർവെൽ 216. ഈ ഇന്റർവെല്ലിലായിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ്, അതായത് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ ഇതിലായിരിക്കും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 2 ഇൻറ്റു ഡി ക്യൂബ് എന്ന് കിട്ടും. 2 ഇൻറ്റു ഡി ക്യൂബ് ബിലോങ്സ് ടു 216. ഈ ഇന്റർവെല്ലിലായിരിക്കും അതായത് കിട്ടുന്നത്. അപ്പൊ 2 എന്തായാലും 2 നമുക്ക് ഇന്റർവെല്ലിലേക്ക് കൊണ്ടുപോകാം അല്ലെ. 2 ഇൻറ്റു ഡി ക്യൂബ് 2 ഈ ഇന്റർവെല്ലിലാണെങ്കിൽ ഡി ക്യൂബ് എന്തായിരിക്കും? ഡി ക്യൂബ് ബിലോങ്സ് ടു 2ന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലെ. 2/2 16/2 എന്താണ്? 1 അല്ലെ. 1ഉം അതേപോലെ 8ഉമായിരിക്കും. ഡി ക്യൂബ് ബിലോങ്സ് ടു 18 അല്ലെ. അപ്പൊ ഡി എന്തായിരിക്കും? ഡി ക്യൂബ് ഏതാണെങ്കിൽ ഡി എന്തായിരിക്കും? ഡി ബിലോങ്സ് ടു 1,2. ഡി എന്തായിരിക്കും? 1,2 എന്ന് പറയുന്ന ഇന്റർവെല്ലിലായിരിക്കും. നമ്മളവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സി എന്ന് പറയുന്ന സിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഇന്റർവെല്ലിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സി
സി എന്താണ് 2+2d ആണ് അല്ലേ? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2+2d ആണ്. ഡി ഇതായിരിക്കും എന്താണ് സി എന്തായിരിക്കും? നമുക്ക് ഫസ്റ്റത്തെ 2+2d ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത് അല്ലേ? 2+2 × 1 അതായിരിക്കും ആദ്യത്തെ ഇന്റർവെല്. രണ്ടാമത്തെ എന്തായിരിക്കും 2+2 × 2 ഇതായിരിക്കും ഇന്റർവെൽ. എത്രയായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ? 1ഉം 2ഉം അവിടെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, എന്താ 2+2 × 1 എത്രയാണ്? 4, 2+2 × 2 എത്രയാണ്? 4+2 എത്രയാണ്? 6. ഇന്റർവെൽ എന്താണ്? 4, 6. ക്ലോസ്ഡ് ഇന്റർവെൽ 4, 6 ആണ് ആൻസർ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ? 1 2 എഴുതി കഴിഞ്ഞാൽ എന്താ? സി എന്താണ്? 2+2d ആണ്. ഡിയുടെ വാല്യൂ 1 ആകുമ്പോൾ എന്താണ്? 2+2 × 1 എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. അതേപോലെ ഡിയുടെ വാല്യൂ 2 ആകുമ്പോൾ എന്തായിരിക്കും? 2+2 × 2 എത്ര? 4+2 6 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മെട്രിക്സ് 1 1 0 1 ഇൻറ്റു മെട്രിക്സ് 1 2 0 1 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ഓരോ മെട്രിക്സ് 2/2 ഓർഡറുള്ള മെട്രിക്സുകൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ലാസ്റ്റ് മെട്രിക്സ് എന്താണ്? 1 n - 1 0 1 വിച്ച് ഈസ് ഈക്വൽ ടു 178 0 1. ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു മെട്രിക്സും അടുത്ത മെട്രിക്സും ഒക്കെ തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആദ്യത്തെ മെട്രിക്സിൽ ഇവിടെ ചേഞ്ച് എന്തിനു മാത്രമേ ഉള്ളൂ? രണ്ടാമത്തെ എലമെന്റിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ആദ്യത്തെ മെട്രിക്സിൽ രണ്ടാമത്തെ എലമെന്റ് 1 ആണ്. രണ്ടാമത്തെ മെട്രിക്സിൽ പ്രോഡക്റ്റ് ആണ് മൊത്തം. രണ്ടാമത്തെ മെട്രിക്സിൽ രണ്ടാമത്തെ എലമെന്റ് 2 ആണ്. മൂന്നാമത്തെ മെട്രിക്സിൽ 3 ആണ്. ഇങ്ങനെ പോകും. അപ്പൊ nth മെട്രിക്സിൽ എന്തായിരിക്കും? രണ്ടാമത്തെ എലമെന്റ് എന്തായിരിക്കും? n ആയിരിക്കും. ഇവിടെ n - 1 ആണ്. അപ്പൊ എത്ര മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? n - 1 മെട്രിക്സുകൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? 178 0 1. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ നേരത്തെ ആദ്യത്തെ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തില്ലേ? മെട്രിക്സുകളുടെ തമ്മിലുള്ള അതേ ഫോർമാറ്റ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യും. മെട്രിക്സിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 മെട്രിക്സ് എടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ 2 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതിന് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. ദെൻ ദി ഇൻവേഴ്സ് ഓഫ് 1 n 0 1. ഓരോ മെട്രിക്സുകളും ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പൊ nth മെട്രിക്സ് എന്തായിരിക്കും? 1, രണ്ടാമത്തെ എന്തായിരിക്കും? n 0 1. ഇതിന്റെ ഇൻവേഴ്സ് കാണണം. ആദ്യം എന്ത് കാണണം? ഇത് കാണണം. n കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് ഇത്രയാണ്. അതിന്റെ ഇൻവേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ n കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ഒക്കെ വേണം, ഫോം ചെയ്യണം അല്ലെ? ഇത് പ്രോഡക്റ്റ് ചെയ്യലും ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ആദ്യത്തെ 2 മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. അതായത് ആദ്യത്തെ 2 മെട്രിക്സ് ഏതൊക്കെയാണ്? 1 1 0 1 അതേപോലെ 1 2 0 1. ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. എന്താ കിട്ടുക നമുക്ക്? 1 × 1 1 1 × 0 + 0 1 × 2 2 1 × 1 + 1 0 × 1 0 + 1 × 0 0 0 × 2 എത്രയാണ്? 2 അല്ല 0 + 1 × 1 + 1 എത്രയാണ്? 1 3 0 1. ഓക്കെ, 1 3 0. ഓക്കെ, ആദ്യത്തെ 2 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് രണ്ടാമത്തെ എലമെന്റ് മാത്രമേ ഇവിടെ മാറുന്നത്. 2 മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ ഇവിടെ 3 കിട്ടി. ഇനി 3 മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും പോവുക. ഇപ്പോൾ 2 മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടിയ റിസൾട്ട് ഉണ്ട്. എന്താണ്? 1 3 0 1. മൂന്നാമത്തെ എന്താണ്? ഇത് കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. 1 3 0 1. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 1 × 1 1 + 3 × 0 + 0 പിന്നെ 1 × 3 3 3 × 1 3 × 1 ഓക്കെ 1 × 3 3 3 × 1 + 3 0 × 1 0 + 1 × 0 0 0 × 0 + 1 × 1 1. നോക്കിക്കുക, ഇവിടെ 1 6 0 1 അല്ലേ?
അപ്പൊ എങ്ങനെ പോണത്? ആദ്യത്തെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ 3 കിട്ടി. ആദ്യത്തെ മൂന്നെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാ മൂന്നെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? നമുക്ക് 6 കിട്ടി. അപ്പൊ എങ്ങനെയാണ് ഇത് പോണത് നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 3 ആണ് കിട്ടിയത്. അതായത് ഇത് തമ്മിൽ എന്താ പ്ലസ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ രണ്ടാമത്തെ എലമെന്റുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. മൂന്നെണ്ണം ചെയ്യുമ്പോഴാ രണ്ടാമത്തെ എലമെന്റ്സ് തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. അതായത് 1 + 2 + 3 എത്രയാണ്? 6 ആണ്. എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ n-1 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് 1 മുതൽ n-1 ടേംസ് വരെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി അല്ലേ? 1 മുതൽ 2 + 3 + എക്സെട്ര എത്ര മെട്രിക്സുകളാണുള്ളത്? n-1 മെട്രിക്സുകളാണുള്ളത്. അപ്പൊ രണ്ടാമത്തെ എലമെന്റ് എന്താ കിട്ടുക? n-1 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിമിലാരിറ്റി കിട്ടുന്നുണ്ട് അല്ലേ? അതായത് n-1 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ രണ്ടാമത്തെ എലമെന്റ് മാത്രം എന്തായിരിക്കും? അതിന്റെ എല്ലാത്തിന്റെയും സമ്മായിരിക്കും. 1 + 2 + 3 + എക്സെട്ര n-1 അല്ലേ? n-1 ഇതെന്താ? ഒരു AP ആണ് അല്ലേ? ഇത് മൾട്ടിപ്ലൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? n ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? n × n+1 അല്ലേ? n × n+1 / 2 ആണ്. 1 + എക്സെട്ര അപ് ടു n ടേംസ് ആണെങ്കിൽ n ടേംസ് ആണെങ്കിൽ n-1 ടേംസ് ആണെങ്കിൽ n-1 × n-1 + 1 എത്രയാണ്? n / 2. ഇതാണത് നമുക്ക് സമ്മായിട്ട് കിട്ടിയത്. അതായത് n-1 ടേംസിന്റെ n-1 ടേംസ് ഓഫ് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടില്ലേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഈ LHS എന്തായി മാറും? LHS എന്തായി മാറും? ആദ്യത്തെ ഈ എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ടാമത്തെ എലമെന്റ് എന്തായിരിക്കും കിട്ടുക? നമുക്ക് n × n-1 / 2 ആയിരിക്കും കിട്ടുക. ഇതായിരിക്കും LHS, which is equal to 17801. 17801 ഇത് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് n-ന്റെ വാല്യൂ കിട്ടിയാൽ മതി അല്ലേ? n-ന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ടാമത്തെ ടേംസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ടാമത്തെ എലമെന്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സിംപ്ലിഫൈ LHS എന്ത് കിട്ടിയിട്ടുണ്ട്? 1 × n × രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? n × n-1 / 2 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ RHS എടുത്ത് എഴുതി. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? രണ്ടാമത്തെ എലമെന്റ് നമുക്ക് ഈക്വൽ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് n × n-1 / 2 = 72 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? n-ന്റെ വാല്യൂ കിട്ടും അല്ലേ? = 156. n × n-1 = 156. n² - n - 156 = 0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n-ന്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ n-ന്റെ വാല്യൂ എന്തൊക്കെ ആവും? n = -b - b - 4 × a × c എത്രയാണ്? 156 / 2 × a എത്രയാണ്? 1 ± √1 + 4 × 156 എത്രയാണ്? 324 അല്ലേ? 324 അല്ല, 156 × 4 എത്രയാണ്? 24 2 20 20 22 2 624 624 150 624 കിട്ടും. 625 അല്ലേ? ഓക്കെ. = 1 ± √625 എത്രയാണ്? 25 / 2 26/2. അതേപോലെ -24/2 n ആണല്ലേ? ഓക്കെ, അങ്ങനെ ആകുമ്പോ സം ഓഫ് n ടൈംസ് എന്തായിരിക്കും? = 13, -12. ഓക്കെ, അങ്ങനെ നമുക്ക് n-ന് രണ്ട് വാല്യൂസ് കിട്ടും, 13 ഉം -12.
അതിൽ നമ്മൾ ഏത് വാല്യൂ എടുക്കും? 13 എടുക്കുമോ -12 എടുക്കും? ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് കൂടി വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ n-1 3 എന്തായിരിക്കും? -12 വരുമല്ലോ. കൂടിയല്ലേ വരുന്നത്, പോസിറ്റീവ് വാല്യൂ ആണല്ലോ വരിക. അപ്പോൾ 13 നമ്മൾ എടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ തന്നിട്ടുള്ള മെട്രിക്സ് എഴുതാം. പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മെട്രിക്സ് എന്തായിരിക്കും? മെട്രിക്സ് വിൽ ബി 1 13 0 1. ഇതാണെന്ത് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് അതാണ് അല്ലേ. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമുക്ക് അറിയാം. അതായത് ABCD എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇൻവേഴ്സ് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാം. എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. DA. അതേപോലെ സിയും ബിയും എന്ത് ചെയ്യാം? അതിന്റെ സിംബൽസ് മാറ്റി കൊടുത്താൽ മതി. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്താണ്? ഇതാണ്. 3/3 ആകുമ്പോൾ ഒരുപാട് സ്റ്റെപ്സുകൾ നമുക്കുണ്ട്. കോഫാക്ടർ കണ്ടുപിടിക്കണം അല്ലെ, അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം, കോഫാക്ടർ കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ ചെയ്യാം. ABCD എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ്, അതായത് 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ എലമെന്റ് നാലാമത്തെ എലമെന്റ് എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യുക. ബിയും സിയും എന്ത് ചെയ്യുക? അതിന്റെ സിംബൽസ് മാറ്റി കൊടുക്കും. അപ്പോ ഇതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? 1 1 അങ്ങോട്ട് മാറ്റി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? സിംബൽസ് മാറ്റി. -13 ഇത് 0 ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും എന്ത്? റിക്വയർഡ് ഇൻവേഴ്സ്. അത് ഏതാണ്? 1 -13 0 1. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. Let alpha and beta be the roots of the equation x square minus x plus 1 is equal to 0. Then for y not equal to 0 in real number. y real number ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. y plus 1 alpha beta alpha y plus beta 1 beta 1 y plus alpha is equal to. ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻസിൽ എല്ലാത്തിലും എന്ത് മാത്രമേ ഉള്ളൂ? y ടേംസ് മാത്രമേ ഉള്ളൂ. ആൽഫയും ബീറ്റ ഒന്നും അതിലില്ല. ആൽഫയും ബീറ്റ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സുകളാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ആൽഫയും ബീറ്റയും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അറിയാം. റൂട്ട്സ് ഇന്നതൊക്കെയെന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ ആ റൂട്ട്സിന്റെ സമ്മല്ലേ, റൂട്ട്സിന്റെ സം എന്തായിരിക്കും? ബീറ്റേമേ ആയിരിക്കും അല്ലെ. ബീറ്റേമ നമ്മുടെ -1 അല്ലെ, റൂട്ട്സിന്റെ സമ്മാണ് അല്ലെ. ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും? -1 ആയിരിക്കും. അതുപോലെ റൂട്ട്സിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? AC അല്ലെ. പ്രോഡക്റ്റ് എന്തായിരിക്കും? AC. ആൽഫ ബീറ്റ എന്തായിരിക്കും? 1 ആയിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ -1 ആൽഫ ബീറ്റ -1 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്തു തുടങ്ങാം. അതായത് എക്സ്പാൻഷൻ ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. അതിൽ നിന്നും ആൽഫ ബീറ്റ ഒക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് മാറ്റണം. എന്നിട്ട് വൈൻ്റെ ടൈമിലേക്ക് വേണം നമ്മൾ ചെയ്തിട്ട് എത്തിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പാൻഷൻ ചെയ്യാം. ഇനി ഈ ഡിറ്റർമിനന്റ് നോക്കുമ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് എന്തായാലും യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പാൻഷൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൽ ഒരുപാട് ഡിറ്റർമിനന്റ് വാല്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചില പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ റോ നോക്കാം, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ. ഇപ്പോൾ ആദ്യത്തെ റോന്റെ കൂടെ രണ്ടാമത്തെ മൂന്നാമത്തെ റോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക്? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ പ്ലസ് 1 y plus 1 plus alpha plus beta അല്ലേ. അതേപോലെ തന്നെ എല്ലാ എലമെന്റ്സും ആദ്യത്തെ റോയിലെ എല്ലാ എലമെന്റ്സും അങ്ങനെ തന്നെ ആയി മാറും അല്ലേ. രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും ആദ്യത്തെ റോയിന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ റോയിന്റെ എലമെന്റ്സ് എന്തായി മാറും? y plus 1 plus alpha plus beta, alpha plus beta plus y plus 1, beta plus 1 plus alpha plus y. ആദ്യത്തെ റോയിലെ എലമെന്റ്സ് മൊത്തം സെയിം ആകും. പിന്നെ നമുക്കറിയാം സെയിം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 1 1 എന്ന് വരും. പിന്നെ 0 ആക്കാം, രണ്ടെണ്ണം 0 ആക്കാം. പിന്നെ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ആകും. ഓക്കെ, അങ്ങനെ ചെയ്തു തുടങ്ങാം. അപ്പോൾ എന്ത് ചെയ്യാം? രണ്ടാമത്തെ റോയും R1 becomes R1 plus R2 plus R3. ഓക്കെ, R1 എന്ത് ചെയ്യണം? R2 കൊണ്ടും R3 കൊണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും? R1 എന്തായി മാറും? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ പ്ലസ് 1 അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ പ്ലസ് 1. ഓക്കെ,
ഇത് എന്തായി മാറും ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ പ്ലസ് 1. ഇത് എന്തായി മാറും ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ പ്ലസ് 1 അല്ലേ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ പ്ലസ് 1. ഓക്കെ ഇത് ഇതിന്റെ സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ എഴുതിയെന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താ സെയിം ആണ് അതേപോലെ തന്നെ എഴുതാം ആൽഫ വൈ പ്ലസ് ബീറ്റ 1 ബീറ്റ 1 വൈ പ്ലസ് ആൽഫ. ഓക്കെ ആദ്യത്തെ റോന്റെ കൂടെ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും കൂടെ ആഡ് ചെയ്തതാണ്. ഓക്കെ ഇനി എന്ത് ചെയ്യാം ആദ്യത്തെ റോയിലത്തെ എല്ലാ എലമെന്റ്സും നമുക്ക് എന്ത് ചെയ്യാം എല്ലാത്തിനും എന്തുണ്ട് കോമൺ ആയിട്ട് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ പ്ലസ് 1 എന്തുണ്ട് കോമൺ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ പ്ലസ് 1 എന്ത് ചെയ്യാം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക 1 1 1 ആൽഫ വൈ പ്ലസ് ബീറ്റ 1 അതേപോലെ ബീറ്റ 1 വൈ പ്ലസ് ആൽഫ. ഇനി നമുക്കറിയാം അല്ലെ ആദ്യത്തെ റോയിൽ മൊത്തം എന്താണ് 1 ആണുള്ളത്. ഈ ടേമും 0 ആക്കാൻ നമുക്കറിയാം. എന്താണ് ആദ്യത്തെ കോളത്തിൽ നിന്നും രണ്ടാമത്തെ കോളത്തിൽ നിന്നും ആദ്യത്തെ കോളം മൈനസ് ചെയ്യും. അതേപോലെ മൂന്നാമത്തെ കോളത്തിൽ നിന്നും ആദ്യത്തെ കോളം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ഈ ടേംസ് ഒക്കെ നമുക്ക് 0 ആയിട്ട് കിട്ടും അല്ലെ. അതിനു മുന്നേ ഇവിടെ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ -1 ആണ്. ഈ -1 നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും ഇത് എന്തായാലും മാറും -1 ഇവിടെ +1 ഉണ്ട് അല്ലേ. -1 + 1 എന്താണ് 0. ബാക്കി ഇവിടെ എന്ത് മാത്രമേ വരുള്ളൂ y മാത്രമേ വരുള്ളൂ. ഓക്കെ എന്ത് വരുള്ളൂ y മാത്രമേ വരുള്ളൂ. ബാക്കി എന്ത് വരും ഇനി നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാം. അതായത് ആദ്യത്തെ കോളം രണ്ടാമത്തെ കോളത്തിൽ നിന്നും അല്ലേ C2 becomes C2 minus C1 അതുപോലെ C3 becomes അല്ലെ C3 നിന്ന് എന്ത് ചെയ്യണം C1 മൈനസ് ചെയ്യണം അല്ലെ. C1 എന്താണ് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. 1 ആൽഫ ബീറ്റ ഇതെന്തായിരിക്കും 0. ആൽഫ പ്ലസ് ബീറ്റയിൽ നിന്ന് ആൽഫ മൈനസ് ചെയ്യുമ്പോൾ വൈ പ്ലസ് ബീറ്റയിൽ നിന്ന് ആൽഫ മൈനസ് ചെയ്യുമ്പോൾ വൈ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ 1 മൈനസ് ആൽഫ. ഓക്കെ അതേപോലെ ഇവിടെ നിന്ന് മൈനസ് ചെയ്യുന്നത് 1 മൈനസ് 1 എത്ര 0. 1 മൈനസ് ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും ആൽഫ പ്ലസ് ബീറ്റ -1 ആണ്. ഇവിടെ 1 ആണ്. അപ്പൊ എന്ത് കിട്ടും 0 ആയി മാറും. ബാക്കി y മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എന്ത് കിട്ടും C2ൽ നിന്ന് നമ്മൾ C1 മൈനസ് ചെയ്യും. C3ൽ നിന്നും C1 മൈനസ് ചെയ്യും. C1 എന്താണ് അതേപോലെ തന്നെ എഴുതും ആൽഫ 1 ആൽഫ ബീറ്റ അല്ലേ. 1ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 0. ഓക്കെ y പ്ലസ് ബീറ്റയിൽ നിന്ന് ആൽഫ മൈനസ് ചെയ്യുമ്പോൾ y പ്ലസ് ബീറ്റ മൈനസ് ആൽഫ അതുപോലെ 1 മൈനസ് ബീറ്റ ഇതെന്ത് വരും ഇവിടെ 0 വരും. 1 മൈനസ് ആൽഫ y പ്ലസ് ആൽഫ മൈനസ് ബീറ്റ ഇത്രയും നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം 1 ഇൻറ്റു അല്ലേ ഫസ്റ്റ് റോനെ ബേസ് ചെയ്തിട്ട് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും 1 ഇൻറ്റു അതിന്റെ മൈനർ അല്ലേ. അപ്പൊ എന്തായിട്ട് നമുക്ക് is equal to y ഇൻറ്റു 1 ഇൻറ്റു അതിന്റെ മൈനർ അല്ലേ. അപ്പൊ മൈനർ മാത്രം നമ്മൾ അവിടെ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. മൈനർ എന്താണ് y പ്ലസ് ബീറ്റ മൈനസ് ആൽഫ. ഓക്കെ എന്താ 1 മൈനസ് ആൽഫ അല്ലേ. 1 മൈനസ് ബീറ്റ y പ്ലസ് ആൽഫ മൈനസ് ബീറ്റ. ഓക്കെ ഇങ്ങനെ നമ്മൾ എഴുതും. ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാം. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് എക്സ്പാൻഷൻ ചെയ്ത് തുടങ്ങാം. അതായത് ഇത്രയും കിട്ടിയിട്ടുണ്ട് y ഇൻറ്റു പുറത്ത് എന്ത് ചെയ്യാം y പ്ലസ് ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു y പ്ലസ് ആൽഫ മൈനസ് ബീറ്റ മൈനസ് 1 മൈനസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ബീറ്റ. ഓക്കെ ചെയ്യുമ്പോൾ y ഇവിടെ ഉണ്ട്. ബാക്കി എക്സ്പാൻഷൻ ചെയ്യാം അല്ലേ. ഇതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ y ഇൻറ്റു y y സ്ക്വയർ
y into alpha plus y alpha plus y into beta minus y beta beta into y എത്രയാണ് പ്ലസ് y beta beta into alpha plus alpha beta beta into beta minus beta square. Okay, minus alpha into y minus alpha y minus alpha square plus alpha beta. ഇത്രയും ടൈംസ് കിട്ടിയിട്ടുണ്ട്. മൈനസിനകത്ത് വരെ മൈനസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ബീറ്റ എന്താണ് 1 മൈനസ് ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബീറ്റ. ഓക്കെ, ഇനി എഴുതുമ്പോൾ y ഇൻറ്റു ഇതിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ളതൊക്കെ ഉടനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ആൽഫ ബീറ്റ ഓക്കെ y ബീറ്റ മൈനസ് y ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ ഉണ്ട് ഇവിടെ. ഇനി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. y സ്ക്വയർ പ്ലസ് y ആൽഫ പ്ലസ് ആൽഫ ബീറ്റ. ആൽഫ ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം, എന്താണ് 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 1 എഴുതാം. 1 അല്ലേ മൈനസ് ബി സ്ക്വയർ മൈനസ് ആൽഫ വൈ ഉണ്ട് പ്ലസ് ആൽഫ വൈ. അപ്പോൾ ഇനി അത് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് ആൽഫ സ്ക്വയർ ആൽഫ ബീറ്റയുടെ വാല്യൂ എന്താ 1 ആണ് പ്ലസ് 1 minus of minus 1 minus 1 plus beta plus alpha minus alpha beta minus minus 1 ഇത്രയും കിട്ടുന്നുണ്ട് അല്ലേ. ഇതിൽ ഇനിയും സിംപ്ലിഫൈ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഇത്രയും കിട്ടിയിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ എന്താണ് -1 ആണ്. ആൽഫ പ്ലസ് ബീറ്റ -1 -1 ഇത് -1 ആണ്. ഈ 1 പോയി, ഈ 1 പോയി. ആൽഫ പ്ലസ് ബീറ്റ അല്ലേ. ഇവിടെ എന്താ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താണ് -1 ആണ്. ഓക്കെ, നമുക്ക് എഴുതുമ്പോൾ എഴുതാം ഇസ് ഈക്വൽ ടു y ഇൻറ്റു y സ്ക്വയർ. ഓക്കെ, എന്താണ് y സ്ക്വയർ ആയിട്ട് മൈനസ് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ഒക്കെ എഴുതി. പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്. ആൽഫ പ്ലസ് ബീറ്റ എന്താണ് -1 ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതി തുടങ്ങാം. ചെയ്യുമ്പോൾ y ഇൻറ്റു y സ്ക്വയർ ആൽഫ. ഈ രണ്ട് ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വരും അല്ലേ. ബാക്കി -1 ഇത്രയും കിട്ടും നമുക്ക്. അതായത് ആ രണ്ടിൽ നിന്ന് നമുക്ക് മൈനസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഇതിൻ്റെ സ്റ്റെപ്പ് ബാക്കിയാണ്. എന്താണ് ഈക്വൽ ടു y ഇൻറ്റു y സ്ക്വയർ മൈനസ് ഇത് നമുക്ക് ആൽഫയുടെ ബീറ്റ അല്ലേ, ലാസ്റ്റ് ടൈമാണ് ആൽഫയുടെ ബീറ്റയുടെ അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ. നമുക്കറിയാം a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ് അല്ലേ. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab അല്ലേ. -2ab ആണ് അല്ലേ. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ -2ab ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് എഴുതണം, ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ നമുക്ക് എന്താക്കി മാറ്റി എഴുതാൻ പറ്റും. നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ -2 ആൽഫ ബീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ബാക്കി -1 ഉണ്ട്. വലിയ ക്ലോസ് ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ എഴുതാം. y ഇൻറ്റു y സ്ക്വയർ മൈനസ് ഇവിടെ -1 ഉണ്ട്. ആൽഫ പ്ലസ് ബീറ്റ എന്താണ് -1 ആണ്. അതിന്റെ സ്ക്വയർ എന്താ 1 തന്നെയാണ്. -2 ഇൻറ്റു ആൽഫ ബീറ്റ എന്താണ് 1 ആണ്. 1 - 2 എന്താണ് -1 ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു y ഇൻറ്റു y സ്ക്വയർ മൈനസ് -1 is equal to y into y square plus 1 minus 1 എത്ര 0 ആണ്. which is equal to y cube കിട്ടും. നമുക്ക് എത്ര കിട്ടുമ്പോൾ ആൻസർ y cube ഇവിടെ ഓപ്ഷനിൽ ഉണ്ട്. ഓക്കെ, ആൻസർ എന്താണ് y cube ആണ്.